ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെൻഡർ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ കമ്പ്യൂട്ടേഷൻ ഓഫ് ടെൻഡർ പ്രൈസ് ഓൺ ദി ബേസിസ് ഓഫ് പ്രീവിയസ് ഇയേഴ്സ് പെർ യൂണിറ്റ് കോസ്റ്റ്. പെർ യൂണിറ്റ് കോസ്റ്റിൽ 3 കേസിലാണ് നമ്മൾ ടെൻഡർ പ്രൈസ് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞിരുന്നു. അതിൽ ഫസ്റ്റ് കേസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു, വെൻ ദർ ഇസ് നോ ചേഞ്ച് ഇൻ കോസ്റ്റ് കോമ്പണൻറ്റ് ആൻഡ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെൻ ദർ ഈസ് ചേഞ്ച് ഇൻ കോസ്റ്റ് ബട്ട് ദർ ഇസ് നോ ചേഞ്ച് ഇൻ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ്. ഇവിടെ എന്താണ്, കോസ്റ്റിൽ ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്, പക്ഷേ എന്താണ്, പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റിൽ ചേഞ്ച് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ കോസ്റ്റിൽ ചേഞ്ച് ഉണ്ടാവുക എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ നമുക്ക് കോസ്റ്റ് ഇൻക്രീസ് ചെയ്തെന്നോ അല്ലെങ്കിൽ കോസ്റ്റ് ഡിക്രീസ് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തരിക. അതിനനുസരിച്ച് നമ്മൾ ടെൻഡർ സ്റ്റേറ്റ്മെൻറ്റിൽ എന്ത് ചെയ്യണം, മാറ്റങ്ങൾ വരുത്തുകയാണ് വേണ്ടത്. ആദ്യം നമുക്ക് നിലവിലുള്ള കോസ്റ്റിൽ എന്ത് ചെയ്യുക, കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക, ദെൻ പെർ യൂണിറ്റ് കോസ്റ്റ് കാണുക, ദെൻ നമ്മൾ എന്താണ് ടെൻഡർ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ്, ഫ്രം ദ ഫോളോയിങ് ഇൻഫോർമേഷൻസ് പ്രിപ്പയർ എ കോസ്റ്റ് ഷീറ്റ് ഓഫ് കാർത്തിക സ്റ്റവ് മാനുഫാക്ചറിങ് കമ്പനി ഫോർ ദ ഇയർ 2020. ഇവിടെ തന്നിരിക്കുന്നത് കാർത്തിക സ്റ്റവ് മാനുഫാക്ചറിങ് കമ്പനീൻ്റെ ഇൻഫോർമേഷൻസ് ആണ്. സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ തന്നിട്ടുണ്ട്, സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ തന്നിട്ടുണ്ട്. സോ ഇത് നമ്മൾ റോ മെറ്റീരിയൽ ആണ് ഉദ്ദേശിക്കുന്നത്, അത് ഓപ്പണിംഗ് ആണ്. ദെൻ സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ഓൺ 31st December 2020, അതും എന്താണ്, റോ മെറ്റീരിയൽ തന്നെ. ക്ലോസിംഗ് സ്റ്റോക്കാണ് തന്നിരിക്കുന്നത്. ദെൻ പർച്ചേസ് ഓഫ് മെറ്റീരിയൽസ്, ഇത് മൂന്നും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെറ്റീരിയൽ കൺസ്യൂംഡ് ചെയ്യാൻ പറ്റും, അതായത് ഡയറക്റ്റ് മെറ്റീരിയൽ കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ ഫാക്ടറി വേജസ് തന്നിട്ടുണ്ട്, ഇറ്റ് മീൻസ് ഡയറക്റ്റ് വേജ് ആണ്. ദെൻ ഫാക്ടറി എക്സ്പെൻസസ് തന്നിട്ടുണ്ട്. പിന്നെ ഉള്ളത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസസ് ആണ് 20,000. ദെൻ കംപ്ലീറ്റഡ് സ്റ്റോക്ക് ഇൻ ഹാൻഡ് 1st January 2020, ഇറ്റ് മീൻസ് ഓപ്പണിംഗ് ഫിനിഷ്ഡ് സ്റ്റോക്കാണ്. ഓക്കെ, ഓപ്പണിംഗ് ഫിനിഷ്ഡ് സ്റ്റോക്കാണ് കംപ്ലീറ്റഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ദെൻ കംപ്ലീറ്റഡ് സ്റ്റോക്ക് ഇൻ 31st December 2020. ക്ലോസിംഗ് സ്റ്റോക്ക്, അതായത് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്കും നമുക്ക് തന്നിട്ടുണ്ട്, 24,000 ആണ്. പിന്നെ സെയിൽസ് തന്നിട്ടുള്ളത് 1,44,900 ആണ് തന്നിരിക്കുന്നത്. ഇനി പാരഗ്രാഫിലോട്ട് പോവാം. ദ നമ്പർ ഓഫ് സ്റ്റൗസ് മാനുഫാക്ചേർഡ് ഡ്യൂറിങ് ദ ഇയർ 2020 വാസ് 500. 2020 മാനുഫാക്ചർ ചെയ്യുന്ന സ്റ്റൗവിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 500 ആണ്. ഓക്കെ, ദ കമ്പനി വാണ്ട്സ് ടു കോട്ട് ഫോർ എ കോൺട്രാക്ട് ഫോർ ദ സപ്ലൈ ഓഫ് 2,000 ഇലക്ട്രിക് സ്റ്റൗസ് ഡ്യൂറിങ് ദ ഇയർ 2021. അവർ 2021 സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ സ്റ്റൗ സപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എത്രയാണ്, 2,000 ആണ്. 2000 സ്റ്റൗസ് സപ്ലൈ ചെയ്യാനാണ് അവർ 2021 ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 2000 സ്റ്റൗവിന് വേണ്ടിയിട്ടുള്ള കോട്ടഡ് പ്രൈസാണ് അല്ലെങ്കിൽ ടെൻഡർ പ്രൈസാണ് അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ദ സ്റ്റൗ ടു ബി കോട്ടഡ് ആർ ഓഫ് യൂണിഫോം ക്വാളിറ്റി ആൻഡ് മേക്ക് ആൻഡ് ആർ സിമിലർ ടു ദോസ് മാനുഫാക്ചേർഡ് ഇൻ ദ പ്രീവിയസ് ഇയർ. അതിൻ്റെ ക്വാളിറ്റി എല്ലാം എന്താണ്, പ്രീവിയസ് ഇയറിന് മാച്ചാണ്, സെയിം ആണ്, സെയിം ക്വാളിറ്റിയിലാണ്, സെയിം മാനുഫാക്ചറിങ് സിമിലാരിറ്റീസ് ഒക്കെ ആണ് ഉള്ളത്. ബട്ട് ചേഞ്ച് വരുന്നത് എവിടെയാണ്, കോസ്റ്റ് ഓഫ് മെറ്റീരിയലിൽ ചേഞ്ച് വരുന്നുണ്ട്. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ എത്രയാണ്, 2021 ടെൻഡർ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. എത്ര പെർസെൻറ്റേജാണ്, 50% കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ കോസ്റ്റ് ഓഫ് ഫാക്ടറി ലേബർ എന്ന് ഉദ്ദേശിക്കുന്നത് ഫാക്ടറി വേജസ് ആണ്, ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ലേബേഴ്സിന് കൊടുക്കുന്ന വേജ്. ഓക്കെ, ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ദി ഡയറക്റ്റ് ലേബർ. സോ ഫാക്ടറി ലേബർ എന്താണ്, ബൈ 10% ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഈ 2 കോസ്റ്റിലാണ് ഇൻക്രിമെൻറ്റ് വരുന്നത്. നമ്മൾ അവിടെ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. Then prepare the statement showing the price to be quoted to give the same percentage profit on turnover as well realized during the year 2020, assuming that the cost per unit overhead changes will be same as in the previous year. അപ്പോൾ എന്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് സെയിം ആണ്, 2 കേസിലും സെയിം ആണ് എടുക്കുക. സോ നമുക്ക് കോസ്റ്റിൽ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. കോസ്റ്റ് പെർ യൂണിറ്റ് 2020 പ്രീവിയസ് ഇയറിൽ അതിലും സെയിം ആണെന്നാണ് പറയുന്നത്. ദെൻ വി പ്രിപ്പയർ ദി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ടെൻഡർ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ നോക്കാം.
ആദ്യം എന്ത് ചെയ്യണം? ഒരു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. ആദ്യം പ്രിപ്പയർ ചെയ്യേണ്ടത് 2020 കോസ്റ്റ് ഷീറ്റാണ്. ഇതിൻ്റെ ബേസിലായിരിക്കും നമ്മൾ 2000 ടെൻഡർ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാലോ, നമ്മൾ കോസ്റ്റ് ഷീറ്റ് ഇങ്ങനെയാണ് ഉണ്ടാവുക. ആദ്യം ഡയറക്റ്റ് മെറ്റീരിയൽ കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ കോസ്റ്റ് ഷീറ്റ് ഫോർ ദ ഇയർ എൻഡിങ് 31st December 2020. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ തന്നിട്ടുണ്ട്. അതായത് അത് റോ മെറ്റീരിയലിനാണ് തന്നത്. ഇത്രയാണ് 20,000 ആണ് തന്നിരിക്കുന്നത്. അതിനോടുകൂടി മെറ്റീരിയൽ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അത് ആഡ് ചെയ്ത് കഴിയാം. അത് 30,000 ആഡ് ചെയ്യാം. ദെൻ അതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 50,000 ആയിരിക്കും. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് മെറ്റീരിയലിൻ്റെ റോ മെറ്റീരിയലിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെറ്റീരിയൽ കൺസ്യൂംഡ് അല്ലെങ്കിൽ ഡയറക്റ്റ് മെറ്റീരിയൽ കിട്ടും. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് 10,000 ആണ്. 10,000 50,000 ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 40,000. അതാണ് നമ്മുടെ ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ദെൻ ഫാക്ടറി വേജസ് ആഡ് ചെയ്യണം. ഫാക്ടറി വേജ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡയറക്റ്റ് ലേബർ അല്ലെങ്കിൽ ഡയറക്റ്റ് വേജ് ആണ് ഫാക്ടറി വേജസ്. അത് 60,000 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പം 60,000 ആഡ് ചെയ്യുക 40,000 കൂടിയിട്ട്. ദെൻ വി ഗെറ്റ് എന്താണ് പ്രൈം കോസ്റ്റ് അല്ലേ. എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസസും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പ്രൈം കോസ്റ്റ് ആണ്. ഇപ്പോൾ പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത് 1 lakh ആണ് പ്രൈം കോസ്റ്റ് വരുന്നത്. ഇനി നമ്മളോട് നമുക്ക് തന്നിട്ടുള്ളത് ഫാക്ടറി എക്സ്പെൻസസ് ആണ്. എന്താണ് ഫാക്ടറി ഓവർഹെഡ് ആണ്. ഫാക്ടറി ഓവർഹെഡ് ഫാക്ടറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ എക്സ്പെൻസസിനെയും നമ്മൾ ഫാക്ടറി ഓവർഹെഡ് എന്നാണ് പറയുക. അപ്പോൾ ഫാക്ടറി എക്സ്പെൻസസ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? പ്രൈം കോസ്റ്റിനോട് കൂടി ഫാക്ടറി ഓവർഹെഡ് അല്ലെങ്കിൽ ഫാക്ടറി എക്സ്പെൻസസ് എത്രയാണ്? 20,000 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ വർക്ക് കോസ്റ്റ് കിട്ടും. അത് 1,20,000. ദെൻ എന്ത് ആഡ് ചെയ്യണം? എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസസ്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് ആണ്. ഇത് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് അല്ലെങ്കിൽ ഓവർഹെഡ് ആണ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസസ് 20,000 ആണ്. ഇറ്റ് വിൽ ബി ആഡഡ് ടു ഫാക്ടറി കോസ്റ്റ്. ഫാക്ടറി കോസ്റ്റിനോട് കൂടിയിട്ട് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. 1,40,000 കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടുന്നു. പിന്നെ നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒന്നാണ് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ഫിനിഷ്ഡ് സ്റ്റോക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ മുകളിലാണ് എന്ത് ചെയ്യുക? അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ദെൻ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള 10,000 ആഡ് ചെയ്യാം. അപ്പോൾ 1,50,000 കിട്ടും. ദെൻ അതിൽ നിന്നും ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അപ്പം 24,000 ആണ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. അത് ഓപ്പണിംഗ് സ്റ്റോക്കിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. എത്രയാണ് കിട്ടുക? 1,26,000 ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് വരുന്നത്. ഇനി നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്യാണ് വേണ്ടത്. പക്ഷെ നമുക്ക് പ്രോഫിറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അതിന് പകരം സെയിൽസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 1,44,900 ആണ് നമ്മുടെ എന്തുള്ളത്? സെയിൽസ് തന്നിട്ടുള്ളത്. അപ്പോൾ പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? സെയിൽസിൽ നിന്നും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് സെയിൽസിൻ്റെ കോസ്റ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ 1,44,900 മൈനസ് 1,26,000 ചെയ്ത് കഴിഞ്ഞാൽ 18,900 ആണ് നമ്മുടെ പ്രോഫിറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിപ്പോൾ നമ്മൾ മൊത്തം ടോട്ടലാണ്. ഇപ്പോൾ മൊത്തം 500 യൂണിറ്റ്സിനും കൂടിയും അതിപ്പം 500 എണ്ണമാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത്. അതിന് മൊത്തമുള്ള കോസ്റ്റാണ് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇനി ഒരു യൂണിറ്റ്, അതായത് ഒരു സ്റ്റൗ മാനുഫാക്ചർ ചെയ്യാൻ ആ വർഷം 2020 വന്നിട്ടുള്ള പെർ യൂണിറ്റ് കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചെയ്ത പോലെ എന്ത് ചെയ്യുക? മെറ്റീരിയൽ കൺസ്യൂംഡിൻ്റെ പെർ യൂണിറ്റ് കോസ്റ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ മെറ്റീരിയൽ കൺസ്യൂംഡിൻ്റെ ടോട്ടൽ നമുക്കുള്ളത് 40,000 ആണ്. നമുക്ക് എത്ര യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്? 500 യൂണിറ്റ്സ് ആണ് ടോട്ടൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത്. ഓക്കെ, അപ്പോൾ മെറ്റീരിയൽ കൺസ്യൂംഡ് 40,000 ആണ്. അപ്പം മെറ്റീരിയൽ കൺസ്യൂംഡ് പെർ യൂണിറ്റ് എത്രയായിരിക്കും? 40,000 ഡിവൈഡ് ബൈ
500 ആണ് വരിക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരും 40,000 ഡിവൈഡഡ് ബൈ 500, ദാറ്റ് മീൻസ് 80 ആണ് വരുന്നത്. അതേപോലെ ഫാക്ടറി വേജസിൻ്റെ പെർ യൂണിറ്റ് കോസ്റ്റ് കണ്ടുപിടിക്കുക. 60,000 ഡിവൈഡഡ് ബൈ 500, 60,000 ഡിവൈഡഡ് ബൈ 500, ഇപ്പോൾ 120 കിട്ടും. 80 ആൻഡ് 120 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 200 ആയിരിക്കും പ്രൈം കോസ്റ്റ് വരുന്നത്. പ്രൈം കോസ്റ്റിനോട് കൂടിയിട്ട് പിന്നെ ഇനി ഫാക്ടറി എക്സ്പെൻസസ് ആയിട്ടുള്ള 20,000ൻ്റെ എന്ത് കണ്ടുപിടിക്കണം? പെർ യൂണിറ്റ് കോസ്റ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ 20,000 ഡിവൈഡഡ് ബൈ 500 എത്ര വരും? 40. 20,000 ഡിവൈഡഡ് ബൈ 500 ചെയ്ത് കഴിഞ്ഞാൽ 40 കിട്ടും. ദെൻ ഈ 40 ഈ 200ന് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 240. അതെന്താണ്? ഫാക്ടറി കോസ്റ്റ് ആണ്. ഫാക്ടറി കോസ്റ്റിനോട് കൂടി ഫാക്ടറി കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് ഇപ്പോൾ കിട്ടിയത്. അതിനോട് കൂടി എസ്റ്റാബ്ലിഷ്മെൻറ്റ് കോസ്റ്റിൻ്റെ പെർ യൂണിറ്റ് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസസ് നമുക്ക് ടോട്ടലി 20,000 ആണ്. അപ്പോൾ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കണം. എത്രയാണ്? 20,000 ഡിവൈഡഡ് ബൈ 500 ചെയ്യുക. 20,000 ഡിവൈഡഡ് ബൈ 500 ചെയ്ത് കഴിഞ്ഞാൽ 40 ആണ് വരിക. അത് നമ്മൾ ഇതിനോട് കൂടി ആഡ് ചെയ്യുന്നു. എന്തിൻ്റെ കൂടെ? ഫാക്ടറി കോസ്റ്റ് പെർ യൂണിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണ്. 240ൻ്റെ കൂടെ ആഡ് ചെയ്യുക. ദെൻ വി ഗെറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പെർ യൂണിറ്റ് കിട്ടും. അതായത് 280, അതായത് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുണ്ടാവുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ കോസ്റ്റ് ആണ്. എത്രയാണ്? 280 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുക. അപ്പോൾ കോസ്റ്റ് നമ്മൾ പെർ യൂണിറ്റ് കോസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് കാണാനാണ്. നിങ്ങൾക്കറിയാലോ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് എങ്ങനെയാണ് കാണുക? പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് നമ്മുടെ പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഇൻറ്റു 100. അപ്പോൾ പ്രോഫിറ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു. 18,900 ആണ് പ്രോഫിറ്റ് വരുന്നത്. ദെൻ നമ്മുടെ കോസ്റ്റ് വരുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്രയാണ്? 1,26,000 ആണ്. ഇൻറ്റു 100 എത്ര കിട്ടും? 15% ആണ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് വരുന്നത്. ഇനി നമ്മൾ എങ്ങോട്ട് പോകുന്നു? നമ്മൾ ടെൻഡർ സ്റ്റേറ്റ്മെൻറ്റ് 2000 സ്റ്റൗസ് മാനുഫാക്ചർ ചെയ്ത് വിൽക്കാനുള്ള ആ സെല്ലിംഗ് പ്രൈസാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ടെൻഡർ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യും. ഇനി നമ്മൾ ടെൻഡർ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുകയാണ്. 2000 സ്റ്റൗസിൻ്റെ ടെൻഡർ സ്റ്റേറ്റ്മെൻ്റ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മുടെ കോസ്റ്റിൽ ഇൻക്രിമെൻറ്റും ഡിഗ്രീസൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക എപ്പോഴും ടെൻഡർ സ്റ്റേറ്റ്മെൻറ്റിലായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കേസ് എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റിൽ ചേഞ്ച് വരുന്നുണ്ട്, പക്ഷേ പ്രോഫിറ്റിൽ ചേഞ്ച് വരുന്നില്ല എന്നാണ്. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് മെറ്റീരിയൽ 50% ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതേപോലെ വേജസും എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്? 10%ലും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നോക്കാം. നമുക്ക് മെറ്റീരിയൽ കോസ്റ്റ് ഷീറ്റിൽ നമ്മൾ എത്ര യൂണിറ്റ് ആയിരുന്നു പെർ യൂണിറ്റ് കോസ്റ്റ് നമുക്ക് കിട്ടിയിരുന്നത്? 80 ആണ് നമുക്ക് കിട്ടിയത് അല്ലേ? മെറ്റീരിയൽ 80 ആണ് കിട്ടിയത്. പക്ഷേ ക്വസ്റ്റ്യനിൽ 15% കൂടി ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇൻക്രീസ് ചെയ്യുമ്പം നമ്മൾ 80യുടെ 15% നമ്മൾ എന്ത് ചെയ്യണം? കാണണം. അപ്പം 18ൻ്റെ 50% എന്ന് പറയുന്നത് എത്രയാണ്? 12 ആണ്. ഈ 12 നമ്മൾ എന്ത് ചെയ്യണം? 18നോട് കൂടി ആഡ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യേണ്ടത്? കോസ്റ്റ് പെർ യൂണിറ്റ് 2021 നമ്മളിത് എന്ത് ചെയ്യുന്നത്? സെല് ചെയ്യുന്നത്. അപ്പോൾ കോസ്റ്റിൽ അവിടെ ചേഞ്ച് വന്നു. മെറ്റീരിയൽ കോസ്റ്റ് 15% ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ആ ഇൻക്രീസ് ചെയ്ത എമൗണ്ട് കൂടി നമ്മൾ പഴയ പ്രീവിയസ് ഇയറിലെ കോസ്റ്റ് ഷീറ്റിനോട് കൂടി കോസ്റ്റ് പെർ യൂണിറ്റിനോട് കൂടി നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ 80 + 12 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 92 ആണ് കിട്ടുക. ഓക്കെ, 92. ദെൻ അതേപോലെ തന്നെയാണ് എന്ത്? ഫാക്ടറി വേജസും. ഫാക്ടറി വേജസ് 120 പെർ യൂണിറ്റ് ആയിരുന്നു നമുക്ക് കിട്ടിയത് കഴിഞ്ഞ കോസ്റ്റ് ഷീറ്റ് പ്രകാരം. പക്ഷേ 10% കൂടി ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ 10% ഇൻക്രീസ് ചെയ്യുമ്പം നമുക്ക് എത്ര വരും? 120യുടെ 10%. അപ്പോൾ എത്രയാണ്? 12 തന്നെയാണ്. അപ്പോൾ ഈ 12 എന്ത് ചെയ്യണം? 120നോട് കൂടി ആഡ് ചെയ്യാം. അപ്പോൾ എത്രയാണ്? 120 + 12, അപ്പോൾ 132. ദെൻ ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 224 ആണ് കിട്ടുന്നത്. ദറ്റ് മീൻസ് പ്രൈം കോസ്റ്റ്.
പ്രൈം കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് ഇപ്പോൾ കിട്ടിയത്. ഓക്കെ, ദെൻ നമ്മുടെ ഫാക്ടറി ഓവർ ഹെഡ് മാറ്റമൊന്നും വന്നിട്ടില്ല, ഇൻക്രിമെൻറ്റും ഇല്ല, ഡിക്രിമെൻറ്റും ഒന്നുമില്ല. അതുകൊണ്ട് ഫാക്ടറി ഓവർ ഹെഡ് നമ്മൾ പ്രീവിയസ് ഇയറിൽ കണ്ടുപിടിച്ചിട്ട് പെർ യൂണിറ്റ് കോസ്റ്റ് 40 ആയിരുന്നു. അത് നമ്മൾ പ്രൈം കോസ്റ്റ് പെർ യൂണിറ്റിനോട് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫാക്ടറി കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടും. എത്രയാണ്? 264 ആണ് ഫാക്ടറി കോസ്റ്റ് പെർ യൂണിറ്റ് വരുന്നത്. ഓക്കെ, ദെൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസ് പെർ യൂണിറ്റും മാറ്റം ഒന്നുമില്ല, പ്രീവിയസ് ഇയറിൽ അതേ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് ചെയ്യേണ്ടത്, 40%. ദെൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, അപ്പം ഈ ഫാക്ടറി കോസ്റ്റിനോട് കൂടി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് എക്സ്പെൻസസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പെർ യൂണിറ്റ് കിട്ടി. എത്രയാണ്? 304 ആണ് കോസ്റ്റ് പെർ പ്രൊഡക്ഷൻ വരുന്നത്. ഓക്കെ, 304. ദെൻ ഇനി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനോട് കൂടി നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആഡ് ചെയ്യണം. പ്രോഫിറ്റ് പെർസെൻറ്റേജ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണ്? 50% ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 50% ഓൺ കോസ്റ്റിൻ്റെ മുകളിൽ 50% കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ കോസ്റ്റ് നമുക്ക് തന്നിട്ടുള്ളത് കിട്ടിയത് എത്രയാണ്? അപ്പോൾ ആഡ് പ്രോഫിറ്റ് എത്രയാണ്? 15% ഓൺ കോസ്റ്റ്. ഇപ്പോൾ കോസ്റ്റിൻ്റെ 50% ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ തന്നിട്ടുണ്ട്. അപ്പോൾ കോസ്റ്റ് എത്രയാണ് തന്നത്? 304 ആണ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ 304ൻ്റെ 15% എത്രയാണ് വരിക? 45.6 ആണ് കോസ്റ്റിൻ്റെ 15% എന്ന് പറയുന്നത്. അപ്പം 45.6 നമ്മൾ എന്ത് ചെയ്യുക? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനോട് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടെൻഡർ പ്രൈസ് അല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് പ്രൈസ് കിട്ടും. അതായത് 349.6. അപ്പോൾ ഇത് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ്റ്റാണ് നമ്മൾ ഒരു ഫാൻ അല്ലെങ്കിൽ ഒരു സ്റ്റൗ 2021 സെല്ല് ചെയ്യാനുള്ള പ്രൈസാണ് എത്ര? 349.6 എന്ന് പറയുന്നത്. ഇങ്ങനത്തെ 2000 സ്റ്റൗസിൻ്റെ ഇത് കണ്ടുപിടിക്കണം, പ്രൈസ് കണ്ടുപിടിക്കണം. ഇപ്പോൾ 2000 സ്റ്റൗസ് ചെയ്യാനുള്ളത് നമ്മൾ നോക്കാം. ഇപ്പോൾ ടോട്ടൽ 2000 സ്റ്റൗസ് സെല്ല് ചെയ്യുമ്പോൾ അതിൻ്റെ മെറ്റീരിയലിന് വരുന്ന കോസ്റ്റ് എത്രയാണ്? 92 ആണ് ഒരു യൂണിറ്റിന് വരുന്നത്. അപ്പോൾ 2000 യൂണിറ്റ്സിന് വരുന്ന എത്രയായിരിക്കും? 2000 × 92. ഓക്കെ, ദെൻ അതേപോലെ ഫാക്ടറി വേജസ് നോക്കുമ്പം 132 ആണ് ഫാക്ടറി വേജ് വരുന്നത്. ഇപ്പോൾ 2000 സ്റ്റൗസിന് വരുന്നത് 2,64,000. ദെൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈം കോസ്റ്റ് വരുന്നത് 4,48,000. ദെൻ ഫാക്ടറി ഓവർ ഹെഡ് 40 × 2000 എത്ര വരും? 80,000. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫാക്ടറി കോസ്റ്റ് കിട്ടും. ഫാക്ടറി കോസ്റ്റ് എത്രയാണ്? 5,28,000. ദെൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസസ് 40 ആണ്. 2000 സ്റ്റൗസിന് 2000 × 40 ചെയ്യുക. അപ്പോൾ 80,000. ദെൻ ആഡ് ചെയ്യുക 6,88,000 ആണ് വരുന്നത്. പിന്നെ പ്രോഫിറ്റ്, അതായത് 2000 യൂണിറ്റ്സിനുള്ള പ്രോഫിറ്റ് എത്ര കിട്ടുന്നു നോക്കാം. 45.6 × 2000 ചെയ്യുക. അപ്പോൾ 91,200 കിട്ടും. ദെൻ 2000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്ത് വിൽക്കാനുള്ള പ്രൈസ്, നമ്മൾ കോട്ട് ചെയ്യുന്ന പ്രൈസ് എത്രയായിരിക്കും? 349.6 ആണ് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള, ഒരു യൂണിറ്റ് സെല്ല് ചെയ്യുന്ന പ്രൈസ്. അപ്പോൾ ഇങ്ങനത്തെ 2000 യൂണിറ്റ്സ് ഉണ്ട്. അപ്പോൾ 2000 × 349.6 അത്ര 6,99,200 ആണ് 2000 യൂണിറ്റ്സിൻ്റെ കോട്ടഡ് പ്രൈസ് എന്ന് പറയണത്, അല്ലെങ്കിൽ ടെൻഡർ പ്രൈസ് എന്ന് പറയണത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കോസ്റ്റിൽ ചേഞ്ച് വരികയും പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റിൽ ചേഞ്ച് വരാതിരിക്കുകയും ചെയ്യുന്ന സിറ്റുവേഷൻസിൽ പ്രോബ്ലംസ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻസ് എഴുതിയെടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.